6 ഇഞ്ചിന്റെ HP ബ്രിക്ക് ഉണ്ട്, VP ബ്രിക്ക് ഉണ്ട്. കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടും പെട്ടെന്നും പണി തീർക്കാൻ പറ്റും. കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഇങ്ങനെ ഒരു വീട് കെട്ടാം, അതും നമുക്ക് നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട്. നമസ്കാരം, ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃശ്ശൂർ കൊണ്ടാഴിയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. നമ്മളുടെ പോറത്തും ബ്രിക്സ് ഉപയോഗിച്ച് HP ബ്രിക്ക് ഉപയോഗിച്ച് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു 1300 സ്ക്വയർ ഫീറ്റ് വിസ്തീർണം വരുന്ന ഒരു വീടിൻ്റെ സൈറ്റിലാണ്. കട്ടപ്പണിയൊക്കെ കഴിഞ്ഞു, ഇവിടെ റൂഫിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് പണിതിട്ടുള്ളത്, എങ്ങനെയാണ് ഇതിൻ്റെ പ്ലാനൊക്കെ ഏകദേശം വന്നിട്ടുള്ളതെന്ന് നോക്കാം. ഇവിടെ മുകളിൽ റൂഫ് വരുന്നത് ക്ലേ ടൈല് തന്നെയാണ്. അപ്പോൾ ഇവർ ചുമരിനായിട്ട് 6 ഇഞ്ചിൻ്റെ ബ്രിക്സ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. 6 ഇഞ്ചിൻ്റെ HP ബ്രിക്ക് ഉണ്ട്, VP ബ്രിക്ക് ഉണ്ട്. ഇങ്ങനെ കോർണേഴ്സിലും അല്ലെങ്കിൽ ഒരു ചുമരിൻ്റെ അറ്റത്തായിട്ടൊക്കെ VP ബ്രിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കപ്പോൾ ആ അറ്റത്ത് വരുമ്പോൾ ഇങ്ങനെ ഹോളുകൾ വരില്ലേ, അത് ഫില്ല് ചെയ്യുക, അത് അങ്ങനത്തെ ഒരു പണി കുറയും ചെയ്യും. പിന്നെ VP ബ്രിക്കിൻ്റെ സ്ട്രെങ്ത് അറിയാമല്ലോ, നമുക്ക് 10 ന്യൂട്ടൻ്റെ മുകളിലാണ് VP ബ്രിക്കിൻ്റെ സ്ട്രെങ്ത് വരുന്നത്. അപ്പോൾ അതിങ്ങനെ കോർണേഴ്സിൽ വരുമ്പോൾ ആ ഒരു എക്സ്ട്രാ ഒരു പില്ലർ കൊടുത്തൊരു സ്ട്രെങ്ത്തും കൂടി നമ്മുടെ കെട്ടിടത്തിന് വരും. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി 6 ഇഞ്ചിൽ ചെയ്തിട്ടുള്ളൊരു വീടാണ്. അപ്പോൾ അതിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പേസ് ഉള്ളിൽ കൂടുതൽ കിട്ടും. എല്ലാ ചുമരുമേയും ഒരു 2 ഇഞ്ചോളം കൂടുതൽ കിട്ടുമല്ലോ 8 ഇഞ്ചിനേക്കാളും കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ മൊത്തത്തിലൊരു കോസ്റ്റും കുറയും. പിന്നെ ഇത് നമുക്ക് ഫുള്ള് വാർത്തിട്ട് ചെയ്യുന്നതല്ല, നമുക്കിതുപോലെ ഫ്രെയിംഡാണ്. മെറ്റാലിക് ഇങ്ങനെ ഫ്രെയിം ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ V ബോർഡ് വിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിലാകെ ഒരു ഭാഗം മാത്രം, ഒരു കിച്ചണിൻ്റെ ഒരു സൈഡിലുള്ള ഭാഗം മാത്രമാണ് ഇവർ വാർക്കുന്നുള്ളൂ. അതിന് മുകളിലേക്ക് സോളാർ പാനലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഭാഗം മാത്രമേ വാർക്കുന്നുള്ളൂ. ബാക്കി ത്രൂ ഔട്ട് ഇത്രയും ഏരിയയിൽ മുഴുവനും അവർ ഇതുപോലെ പാനൽ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വേറെ പ്ലാൻ വരുന്നുണ്ട്, പക്ഷെ വാർക്കുന്നില്ല. അപ്പം അത്രയും കോസ്റ്റ് എഫക്റ്റീവായിട്ടും പെട്ടെന്നും പണി തീർക്കാൻ പറ്റും ഇങ്ങനത്തെ ഒരു ഐഡിയയിലൊക്കെ നിങ്ങൾക്ക് വീട് ചെയ്യുകയാണെങ്കിൽ. പിന്നെ അത് മാത്രമല്ല, നമുക്കിപ്പോൾ ഈ എക്കോ ഫ്രണ്ട്ലി സസ്റ്റൈനബിൾ ബിൽഡിങ്സിനൊക്കെ നമുക്കിപ്പോൾ ധാരാളമായിട്ട് ചർച്ച ചെയ്യും. അതുപോലത്തെ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി ചെയ്തു വരുന്ന ഒരു സമയമാണല്ലോ ഇത്. അങ്ങനെ നോക്കുന്ന ആളുകൾക്കാണെങ്കിലും ഇതൊരു പക്ക ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു വീടുമാണിത്. ഇത് കൊണ്ടാഴി എന്ന് പറയുമ്പോൾ കുറച്ചൊരു ഉള്ളിലോട്ട് വന്നിട്ടുള്ളൊരു സ്ഥലമാണ്. കുറേ മരങ്ങളും കുന്നും മലയൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ആ ഒരു ലൊക്കാലിറ്റിയോട് മാക്സിമം ഇണങ്ങുന്ന രീതിയിൽ ആണ് ഇവിടെ വീടിൻ്റെ പണി വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ 2 വശവും തേക്കാത്ത രീതിയിലാണ് ഇവിടുത്തെ വർക്ക് വന്നിട്ടുള്ളത് കേട്ടോ. നമുക്ക് HP ആയതുകൊണ്ട് ഇങ്ങനെ ഒരു ലൈൻസ് കാണും. പിന്നെ ഇപ്പോൾ തേക്കാതെ ചെയ്യുകയാണെങ്കിലും കൺസീൽഡ് ആയിട്ട് വയറൊക്കെ വന്ന് നിൽക്കണുണ്ടില്ലേ, നമുക്കിത് കട്ടിങ് ഇല്ലാതെ കട്ട പണിയുന്ന സമയത്ത് തന്നെ പൈപ്പ് ഇട്ട് അത് വയറ് വലിച്ച് കൊണ്ടു നിർത്താൻ പറ്റും. അത് ഇങ്ങനെ പറ്റുന്ന ഒരേ ഒരു ഓപ്ഷൻ നമ്മളുടെ പോറത്തും ബ്രിക്കാട്ടോ. വേറെ പലതരം കട്ടകളും തേക്കാത്ത രീതിയിൽ ഫിനിഷിങ്ങിൽ പണിയണതൊക്കെ ഉണ്ട്. പക്ഷേ 2 വശവും ഒരുപോലെ തേക്കാണ്ട് നിർത്തിയാലും ഉള്ളിൽ കൂടെ പൈപ്പ് കൊണ്ടുപോയി ഇതുപോലെ കൺസീൽ നിർത്താൻ പറ്റിയ ഒരേ ഒരു ഓപ്ഷൻ നമ്മളുടെ പോറത്തും ബ്രിക്കാണ്. പിന്നെ ഇത് ഇനിയിപ്പോൾ ഇതിൽ ഇപ്പോൾ ഈ ഭാഗം കിച്ചണാണ്. ഇവിടെ ഓപ്പൺ കിച്ചണാണ് വരുന്നത്. ഇത്ര ഹൈറ്റിലാണ് ചുമര് വരുന്നുള്ളൂ. ഇവിടെ ഓപ്പൺ കിച്ചണാണ്. ഈ ഭാഗത്ത് ഇപ്പോൾ ഇവർ ടൈലൊക്കെ ഒട്ടിക്കുന്ന കാരണം കൊണ്ട് ഇവിടെ കൺസീൽഡ് ആയിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പം ഇവിടെ സാധാ പോലെ ഇങ്ങനെ ചെയ്തിട്ട് ഇനി ഇത് പരിക്കം വെച്ച് അടച്ച് ടൈലൊട്ടിക്കും. അങ്ങനെയാണ് ഇവിടെ ഫിനിഷിങ് വരണത്. അപ്പം നമ്മൾ ഇപ്പം തേച്ച് ചെയ്യുന്ന സൈറ്റുകളിൽ നമ്മളുടെ വയറിങ്ങിൻ്റെ കാര്യങ്ങൾ പൈപ്പിടലൊക്കെ ഇങ്ങനെ നമ്മൾ സാധാ ഏത് ബ്രിക്ക് വെച്ച് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ചെയ്യുക. അതുപോലെയാണ് ഇവിടെ കിച്ചണിൻ്റെ ഭാഗത്തൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ വീടിന്റെ ഓണർ നമ്മുടെ കൂടെ ഉണ്ട്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഒന്ന് ഇതിന്റെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞു, പേരൊക്കെ ഒന്ന് പറഞ്ഞൊന്ന് പരിചയപ്പെടും. ഇത് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊണ്ടാഴി പഞ്ചായത്തിൽ പാറമേൽപ്പടി മായന്നൂർ, അതായത് ഒറ്റപ്പാലം പാലക്കാട് ഡിസ്ട്രിക്റ്റിനോട് ചേർന്ന് കിടക്കുന്ന തൃശ്ശൂരിൻ്റെ ഒരു ഭാഗം, ഭാരതപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന ഒരു ഭാഗത്താണ്. എൻ്റെ പേര് മുരളീധരൻ എന്നാണ്. സ്ഥലം ഇത് മേലാമുറിയാണ്. ഈ വീട് ഇരിക്കുന്നത് ഇപ്പം നമ്മുടെ ഗ്രൗണ്ട് അതിപ്ലിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഏകദേശം ഒരു 1350 സ്ക്വയർ ഫീറ്റാണ്. നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിൽ 3 ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും പിന്നെ ഒരു ലിവിംഗ് കം ഡൈനിങ്, പിന്നെ ഒരു ഫോയർ, ഒരു പൂമുഖം, ഒരു ഓപ്പൺ കിച്ചൺ, ഒരു വർക്ക് ഏരിയ. അങ്ങനെയാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ. മുകളിലേക്ക് ഈ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന പോർഷൻസ് ഒക്കെ ഇതിപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ആദ്യം വീട് കെട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഇങ്ങനെ ഒരു വീട് കെട്ടാം, അതും നമുക്ക് നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് ഇക്കോ ഫ്രണ്ട്ലി ആയി നമ്മുടെ പിന്നെ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ നമ്മുടെ ചൂട് മാക്സിമം എങ്ങനെ കുറയ്ക്കാം എന്നുള്ള ഏറ്റവും ആദ്യത്തെ ഒരു ചിന്തയായിരുന്നു. കൂടെ ട്രഡീഷണൽ ആവണം, നമ്മുടെ പക്ക ട്രഡീഷണൽ ടൈപ്പിലൊരു വീടും കൂടി ആയിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം, ഭംഗി, ആ ഒരു പക്ക നമ്മുടെ കേരളീയ ഭവനങ്ങൾ, അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ കുറേ സെർച്ച് ചെയ്തപ്പോൾ നമ്മൾ കുറേ കമ്പനികൾ ഇങ്ങനെ ചെയ്തു. അപ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റായിട്ട് നമ്മൾ വീണ വർഗിൻ്റെയിലേക്ക് എത്തിയതും പിന്നെ നമ്മൾ തൃശ്ശൂർ നമ്മുടെ ഗ്രീൻ സൊല്യൂഷനിലേക്ക് വന്നതും.
അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഇത് ടോട്ടലി ഒരു സ്റ്റീൽ ഇത് ചെയ്തിട്ട് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ള സ്റ്റീൽ സ്ട്രക്ചർ ചെയ്തിട്ടാണ്. നമ്മൾ RC എന്ന ഇതിലേക്ക് വളരെ കുറച്ച് ഏരിയ, ഏകദേശം ഒരു 180 സ്ക്വയർ ഫീറ്റ് ഏരിയ മാത്രം, നമ്മുടെ വർക്ക് ഏരിയ മാത്രമാണ് നമ്മൾ RC ചെയ്തിരിക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ടാങ്ക്, വാട്ടർ ടാങ്ക് വെക്കാനും നമ്മൾ സോളാർ പാനലുകൾ ഫിറ്റ് ചെയ്യാനും വേണ്ടി. ബാക്കിയെല്ലാം നമ്മൾ ബോർഡുകൾ നിരത്തിയിട്ട് പഴയ ഒരു വീടിൻ്റെ വിട്ടങ്ങൾ നിരത്തി അതിലൊരു വുഡൻ ഫിനിഷിങ് കൊടുത്ത് പിന്നെ അതിൻ്റെ മുകളിൽ ടൈൽ ചെയ്തിട്ട് അപ്പർ ഏരിയയും കൂടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കേൾക്കുമ്പോൾ തന്നെ അത് ഫിനിഷ് ചെയ്ത് കാണാൻ. അപ്പോൾ നമുക്ക് മുകളിലൊരു ഏരിയയും നമുക്ക് ലാവിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമ്മളിവിടെ ഒരു ബെഡ് സ്പേസ്, അങ്ങനെ ഒരു വെസ്റ്റേൺ ലുക്ക് മാതിരി, പിന്നെ അതിനോട് ചേർന്നിട്ട് ഓപ്പൺ നമ്മുടെ തൊടിയിലേക്ക് നമ്മൾ ഒരു വളരെ നല്ലൊരു ഏരിയയിലാണ്. അപ്പോൾ നമുക്കൊരു ബാൽക്കണി, അങ്ങനെ നമ്മുടെ സ്ഥലം തന്നെ അങ്ങനെ ഒരു ബാൽക്കണി, ഓപ്പൺ ബാൽക്കണി, അതാണ് നമ്മളിപ്പോൾ മുകളിലത്തെ ഒരു കൺസെപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ബ്രിക്കിനെ കുറിച്ച് എന്തെങ്കിലും എടുത്ത് പറയാനാണെങ്കിൽ ഇപ്പം ഇതൊക്കെ വാങ്ങാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ആൾക്കാർ, കാണുന്ന ആൾക്കാരോടൊക്കെ എന്താവും പറയണ്ടാവും? അവരോട് നമ്മൾ പറയുന്നത് ഇതിൽ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം. എനിക്ക് ഏറ്റവും എഫക്റ്റീവ്, ഇന്നിപ്പോൾ നമ്മളൊരു വീട് പണിയെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മൾ എന്താ പറയുക, പ്ലംബിങ് ആൻഡ് വയറിങ്. ഇതിലിപ്പോൾ എനിക്ക് എന്ന് പറഞ്ഞാൽ ആകെ വയറിങ് അതില്ലെങ്കിൽ ഇപ്പോൾ ഒരു ലേബർ എന്ന് പറഞ്ഞാൽ ബാക്കി മെറ്റീരിയൽ ആസ് ഇറ്റ് ഈസ് ആണ്, അതിൽ നമുക്ക് ഒന്നുമില്ല. മറ്റത് നമ്മളൊരു വീട് കെട്ടി മൊത്തം കുത്തിപ്പൊളിച്ച് വീണ്ടും അത് വയർ ചെയ്ത് പിന്നെ പ്ലാസ്റ്റർ ചെയ്ത് പിന്നെ വയർ വലിച്ച്, ഇതൊന്നുമില്ല. നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ കൺസ്ട്രക്ഷൻ മുഴുവൻ കോർണർ മൊത്തം പിന്നെ VP ബ്രിക്കും, ബാക്കിയുള്ളത് HP ആണ്. 6 ഇഞ്ചിൻ്റെ ബ്രിക്കാണ് നമ്മൾ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇത് നോക്കി നോക്കും, ഇങ്ങനെ വെച്ച് കറക്റ്റായിട്ട് ഇപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റും. അത് കറക്റ്റ് ആ സ്ഥലത്ത് കറക്റ്റ് ആ സ്വിച്ച് ബോർഡിനോട് ചേർത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതേ ഫിനിഷിങ്ങിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വയറിങ്ങിനും അങ്ങനെയൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അത് അങ്ങനെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്ന കുറേ പേര് നമ്മളോട് ഇപ്പോൾ ഈ വീട് കെട്ടുമ്പോൾ തന്നെ ചോദിച്ചു, അല്ല ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇതിൽ കൂടെ എങ്ങനെയൊക്കെ പിന്നെ പൈപ്പ് പോവും, എങ്ങനെ നിങ്ങൾ വയർ ചെയ്യും? അപ്പോൾ പക്ഷെ ഇപ്പോൾ അവർ കാണുമ്പോൾ അവർ ചോദിക്കുന്നത് ഇതിലെ പൈപ്പ് എങ്ങനെ വന്നു, ഈ പൈപ്പ് എവിടുന്നാ വന്നത്, ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ഇതാണ്. അപ്പം പിന്നെ പൊതുവെ നമ്മളൊരുപാട് ഇത് ചെയ്തിട്ടാണ്. ഇതിപ്പോൾ ഇതല്ലെങ്കിൽ ഇങ്ങനെ എക്സ്പോസ് ചെയ്യാനായിട്ട് വേറെ ബ്രിക്കുകൾ നോക്കിയിട്ടുണ്ടാവില്ലേ? അപ്പോൾ കോസ്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ അതന്നെ ഇപ്പം നമ്മൾ വേറെ ഇതേ രീതിയിൽ മാനുഫാക്ചർ ചെയ്യുന്ന വേറെ നമ്മൾ ഒരു ഞാൻ പറഞ്ഞില്ല, നമ്മൾ വേറെ കേരളത്തിൽ തന്നെ 1-2 സ്ഥലത്ത് നമ്മൾ ഇത് പോയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ കൺസെപ്റ്റിലുള്ള ഒരു ബ്രിക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ കോസ്റ്റ് എഫക്റ്റീവ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഞങ്ങൾ കണ്ട ബ്രിക്ക് എന്ന് പറയുന്നത് ഇതും കൂടി വെച്ച് നോക്കുമ്പോൾ ഇതിനോട് അത്ര വലിപ്പമില്ല. പിന്നെ നമ്മളൊരു കോസ്റ്റ് എഫക്റ്റീവ് നോക്കുമ്പോൾ അത് ഞാൻ ഒരു ഇത് ചെയ്ത് നോക്കിയപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയത് വീണ. ഇനീഷ്യലി എല്ലാവർക്കും ഇപ്പൊ നമ്മുടെ ബ്രിക്കിന് 85 രൂപ 100 രൂപ ആ ഒരു കോസ്റ്റിലേക്ക് വരുന്നുണ്ടല്ലോ. അപ്പൊ ഇനീഷ്യലി എല്ലാവരും കേൾക്കുമ്പോൾ ഇത് ഭയങ്കര വില കൂടുതലാന്നുള്ളൊരു ഇത് പറയണ്ടേ. നമുക്ക് ഓൾ ടുഗദർ പണി കഴിഞ്ഞ് വരുമ്പോൾ മറ്റു കമ്പയർ ചെയ്യുമ്പോൾ അതാണ് ഞാൻ ചോദിക്കുന്നത്. നോക്കിക്കോളൂ, ഞാൻ പറഞ്ഞു അതിൽ ഒരു റോക്കറ്റ് സയൻസിന്റെ ആവശ്യമില്ല. നമ്മളൊരു 1000 സ്ക്വയർ ഫീറ്റ് വീടിന് നിങ്ങൾ ജസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഒന്ന് വെറുതെ ഒന്ന് ഇട്ട് വെക്കൂ. 1000 സ്ക്വയർ ഫീറ്റ് വീടിന് പ്ലാസ്റ്ററിങ്ങിന്റെ ലേബർ എത്രയാണ്? പ്ലാസ്റ്ററിങ്ങിന്റെ ലേബർ മെറ്റീരിയൽ വിട്ടോളൂ, സാൻഡും സിമെന്റും വിട്ടോളൂ, ലേബർ എത്രയാവുന്നെന്ന് നോക്കിയാൽ തന്നെ അപ്പം പ്ലസ് അതിൻ്റെ കൂടെ മെറ്റീരിയലും ഇതെല്ലാം കൂടെ വരുമ്പോൾ അതോടുകൂടെ നമുക്ക് ഏറ്റവും നല്ല നമ്മുടെ കാലാവസ്ഥയ്ക്ക് ആണെങ്കിൽ ഏറ്റവും നല്ലൊരു ബ്രിക്കും ഏറ്റവും നമുക്ക് കുറച്ച് ഒരു 6-7 ഡിഗ്രിയോളം ചൂട് കമ്മിയാക്കാൻ പറ്റുന്ന ഒരു ബ്രിക്ക്, ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം ഞാൻ ആ ഒരു ഇക്കോ ഫ്രണ്ട്ലി ലോ ബഡ്ജറ്റ് ഹോമിലേക്ക് പോയപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തത് ഏറ്റവും നല്ലത് തന്നെ. ആവശ്യങ്ങൾ വെച്ചിട്ട് തീർച്ചയായിട്ടും ബെസ്റ്റാണ് ഹാപ്പിയാണ് തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ ഇത് ഫിനിഷ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഹാപ്പി ആയിരിക്കും. എന്തായാലും എല്ലാം വേഗം കഴിയട്ടെ, ഞങ്ങൾക്ക് അടുത്ത വീഡിയോ അത് എന്തായാലും വെൽക്കം. അപ്പോൾ നമ്മളിങ്ങനെ വർക്ക് വേഗത്തിൽ കൊണ്ടു നടക്കുന്നുണ്ട്. എങ്ങനെയാണ് മഴയാകുമ്പോഴേക്കും അതെ ഏതേ ഒരാഴ്ചയുള്ളിൽ നമ്മൾ റൂഫിംഗ് ചെയ്യും. ബാക്കി പിന്നെ ഫിനിഷിംഗ് വർക്ക്. ടൈലാണോ താഴെ നമ്മൾ കുറച്ച് ഏരിയയിൽ നമ്മൾ പിന്നെ ആത്തൻകുടി ചെയ്യണം വിചാരിച്ചിട്ടാണ്, അല്ലെങ്കിൽ മൊറോക്കന്റെ ഒരു ഇതെങ്കിലും ചെയ്യണം. അതെ ഡിസൈൻ. പിന്നെ ബാക്കി നമ്മുടെ ഈ ചുമരിനോട് നമ്മുടെ ഇതിനോട് ഇത് ചെയ്യുന്ന വലിയ ഗ്ലോസി എന്നല്ലാണ്ട് മാറ്റ് കളറുകൾ, നമ്മളൊരു ട്രഡീഷണൽ ടൈപ്പിൽ അതിലേക്ക് വരുന്ന മാറ്റ് ഫിനിഷ് ഉള്ള ടൈലുകളാണ് നോക്കുന്നത്. അല്ലൊരു ഗ്ലോസി അല്ല. കുറച്ച് മൊറോക്കനോ അല്ലെങ്കിൽ ഇത് പിന്നെ ആത്തൻകുടിയോ ചെയ്യണമെന്നുണ്ട്. അതതിന്റെ അതായത് അപ്പോഴല്ലേ നമ്മൾ ഏറ്റവും ടൈറ്റ് ആകും. അപ്പോൾ ഫ്ലോറിങ്ങിലേക്കൊക്കെ പോകുമ്പോഴേക്കല്ലേ നമ്മുടെ ഏകദേശം നോക്കാം. അപ്പോൾ ഈ വീടിന്റെ പ്ലാനും വിശേഷങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ പോറോത്തും ബ്രിക്കിനെ കുറിച്ച് അറിയാത്തവരാണെങ്കിൽ ഞാൻ പറയാം, വീണോ ബർഗർ എന്നുള്ള ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ് പോറോത്തും. വീണോ ബർഗർ എന്നുള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ലേ പ്രൊഡക്റ്റ് മാനുഫാക്ചറേഴ്സ് ആണ്, ഏറ്റവും വലിയ ബ്രിക്ക് മാനുഫാക്ചറേഴ്സ് ആണ്. 206 വർഷം പഴക്കമുള്ള ഒരു കമ്പനിയാണ്.
അപ്പോൾ ഞാനത് എടുത്തു പറയുന്നത് നമുക്ക് 100% ഓട്ടോമാറ്റിക് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. നമുക്ക് നിങ്ങളുടെ കയ്യിലെത്തുന്ന ഓരോ ബ്രിക്കും അതിൻ്റെ ഒരു ക്വാളിറ്റി അഷ്വറൻസ് ഉണ്ടായിരിക്കും. അത്രയും വലിയൊരു ഫെസിലിറ്റിയിൽ അത്രയും ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടായി വരുന്ന പ്രൊഡക്റ്റിന്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. പോറോത്തോം ബ്രിക്ക് നമുക്ക് പല സൈസിലും പല ടൈപ്പിലും പല സ്ട്രെങ്ത്തിലും അവൈലബിൾ ആണ്. നമുക്കിതുപോലെ വിത്തൗട്ട് പ്ലാസ്റ്ററിങ് ചെയ്യാനും, ഇനി അതല്ല സാധാ പോലെ പ്ലാസ്റ്റർ ചെയ്ത് ചെയ്യാനാണെങ്കിലും ഏറ്റവും നല്ലൊരു ചോയ്സ് ആയിരിക്കും ഇത്. ഏറ്റവും ചൂട് കുറഞ്ഞ, നമുക്ക് വെള്ളത്തിൻ്റെ പ്രശ്നമൊന്നും ഇല്ലാത്ത, ചെതൽ പിടിക്കാത്ത അങ്ങനത്തെ ഒരു ഓപ്ഷനാണ് നിങ്ങളുടെ ചുമരിന് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ബ്രിക്ക് ചൂസ് ചെയ്യാം. ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര് ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസ് എന്നാണ്. ഞങ്ങൾ തൃശ്ശൂർ ആൻഡ് പാലക്കാട് ഈ കമ്പനിയുടെ ഡീലേഴ്സാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ, നിങ്ങളുടെ വീട് പണിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.